ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സിംഗിൾ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു KDK വ്ളോഗർ. ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? എൻ്റെ യഥാർത്ഥ തലമുടി ഇങ്ങനെയായിരുന്നു, അതിനെ ഞാൻ ഇങ്ങനെയാക്കാൻ പോവുകയാണ്. സോ ഗൈസ്, അവരുടെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പരിപാടി തുടങ്ങാൻ പോകണം. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ഒരു ഷോർട്സ് എടുത്തിട്ട് ഒരു പഴയ ഷർട്ട് എടുത്തിട്ട് ഡോക്ടറെ കാണാൻ പോകണം. തലമൊത്തം ട്രിം ചെയ്തിട്ട് അടുത്ത് എവിടെയൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് വരച്ച് കാണിക്കും. അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് പരിപാടി തുടങ്ങാൻ ഗൈസ്. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, ഈ ടാഗ് നേരത്തെ ഉണ്ട്. ഡ്രസ്സൊക്കെ അടിച്ചു. മറ്റേ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് മാറിയിട്ട് വീട്ടിലിരിക്കുന്ന പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. പിന്നെ കയ്യിൽ ഇതെങ്ങനെ സാധനം അടിച്ചിട്ടുണ്ട്. അവർക്ക് ഇഞ്ചക്ഷനും മരുന്നൊക്കെ കയറ്റാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ചോറ് കഴിച്ചു, നല്ല ബിരിയാണി അരി ചോറ്. ഇനി പരിപാടിയുണ്ട്. ഇനിയാണ് പരിപാടി തുടങ്ങാൻ പോണേ. ഓക്കെ ഗൈസ്, ബൈ. ആദ്യം അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിൽ മാർക്ക് ചെയ്യും, അതായത് നമുക്ക് എങ്ങനെയാണ് മുടിയുടെ ഷേപ്പിൻ്റെ ആവശ്യം എന്നുള്ളത്. എന്നിട്ടാണ് ബാക്കി പരിപാടിയും കാര്യങ്ങളിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുക. അടുത്തതായിട്ട് അവർ ചെയ്യുന്നത് അനസ്തേഷ്യ കൊടുക്കലാണ്. അതായത് നമ്മുടെ ഒരു വേദന കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു വേദന ഓപ്പറേഷൻ ടൈമിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു അനസ്തേഷ്യ തരുന്നത്. ഇത് മുടി എടുക്കുന്ന സ്ഥലത്തും മുടി വയ്ക്കുന്ന സ്ഥലത്തും അനസ്തേഷ്യ അവർ കൊടുക്കും. എല്ലാ ക്ലിനിക്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇത് ഒരു സർജറി തന്നെയാണ്, അതായത് വലിയ ഒരു ഓപ്പറേഷൻ, ഓർഗൻ മാറ്റിവെക്കൽ പോലുള്ള വലിയ ഓപ്പറേഷൻ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പകരം ഇതൊരു മൈനർ സർജറി തന്നെയാണ് ചെയ്യുന്നത്. ലോക്കൽ അനസ്തേഷ്യ കുത്തിവെക്കും. അതിന് മുന്നേ ലോക്കൽ അനസ്തേഷ്യ നമുക്ക് അലർജി ഉണ്ടോയെന്ന് അവരൊന്ന് ചെക്ക് ചെയ്യും. ടെസ്റ്റ് ഡോസ് അടിക്കും. ലോക്കൽ അനസ്തേഷ്യയും ടെസ്റ്റ് ഡോസ് അടിക്കും. അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക്കും ടെസ്റ്റ് ഡോസ് അടിക്കും. ഇത് രണ്ടും ടെസ്റ്റ് ഡോസ് അടിച്ചതിന് ശേഷം മാത്രം, അതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റത്തുള്ളൂ. അലർജി ഇല്ലയെന്ന് തെളിഞ്ഞാൽ മാത്രം. ഇല്ല എങ്കിൽ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യുകയോ മാറ്റി വയ്ക്കുകയാണ് പതിവ്. ബാക്ക് സൈഡിൽ അനസ്തേഷ്യ എടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ ഫ്രണ്ട് സൈഡിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് ബാക്ക് സൈഡും അനസ്തേഷ്യ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ ഹെയർ പഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടാമത് ഒരു അവരുടെ ഒരു ടൂൾ ഉപയോഗിച്ച് പുള്ള് ചെയ്തെടുക്കും. അങ്ങനെ പുള്ള് ചെയ്തെടുക്കുന്ന മുടികളാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ, അതായത് എവിടെയാണ് വയ്ക്കേണ്ടത് അവിടെ അവർ സ്ഥാപിക്കുന്നത്. ഒന്നാം ദിവസം എനിക്ക് ബാക്ക് സൈഡ് മാത്രമായിരുന്നു മുടി എടുത്തിരുന്നത്. അനസ്തേഷ്യ അടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഈ മുടി പഞ്ച് ചെയ്യുന്നതോ മുടി പുള്ള് ചെയ്തെടുക്കുന്നതോ ഒന്നും ഒരു വേദന പോലും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ അനസ്തേഷ്യ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സെൻസിറ്റീവാണ്. അപ്പോൾ പെയിൻ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വേദന ഒരുപാട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഡോക്ടറും അത് പറഞ്ഞു. അപ്പോൾ അനസ്തേഷ്യ അടിച്ചപ്പോൾ അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ വേദന കൂടുതലായിരുന്നു, ചില സ്ഥലങ്ങളിൽ വേദന കുറവായിരുന്നു. അടുത്തതായിട്ട് വരുന്നത് ഗ്രാഫ്റ്റ് സപ്പറേഷനാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിൻ്റെ എണ്ണം അറിയാനും അതിൻ്റെ കൂടെ ക്വാളിറ്റിയുള്ള ഗ്രാഫ്റ്റുകളെ തിരിച്ചറിയാനും. അത് മാത്രമല്ല, ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സിംഗിൾ മുടി വരുന്ന ഗ്രാഫ്റ്റ് ആയിരിക്കും, ഡബിൾ മുടി വരുന്ന ഗ്രാഫ്റ്റ് അല്ല. സിംഗിൾ മുടി വരുന്ന ഗ്രാഫ്റ്റ് വെച്ചാൽ മാത്രമേ നമുക്കൊരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ പ്രൊസീജിയറും, അതായത് കൗണ്ടും ഈ ഒരു സപ്പറേഷനും ഈ ഒരു ടൈമിലായിരിക്കും നടക്കുക. ഒരു സൈഡിൽ നിന്ന് മുടി എടുത്തുകൊണ്ടിരിക്കും, അതിൻ്റെ അടുത്ത് ആൾ ഇരുന്ന് ഇതുപോലെ എണ്ണുന്നുണ്ടാവും. നമ്മളിതൊന്നും അറിയാതെ അങ്ങനെ കിടന്നുറങ്ങും. സോറി, ഉറങ്ങത്തില്ല, പകരം നമ്മൾ ഉറങ്ങാൻ അവരെ അനുവദിക്കത്തില്ല. കണ്ണിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാസ്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മറച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് എവിടെയാണോ മുടി വയ്ക്കേണ്ടത് അവിടെ ഹോൾ ഇടലാണ്. എനിക്ക് സഫയർ മെത്തേഡായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീഡിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇതിനെ നീഡിലെന്ന് പറയാം എന്ന് തോന്നുന്നു. സഫയർ മെത്തേഡിന് ഉപയോഗിക്കുന്ന ഒരു സൂചിയാണിത്. ഇത് ഡയമണ്ട് ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നീഡിൽ ഉപയോഗിച്ച് ആദ്യം പഞ്ച് ചെയ്ത് ഹോളാക്കിയതിന് ശേഷമാണ് അടുത്ത് ഈ സെപ്പറേറ്റ് ചെയ്ത ഗ്രാഫ്റ്റുകളെല്ലാം ഇവരെടുക്കും. ഈ മുടികളെല്ലാം എടുത്ത്, അതായത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്ത് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇത് വയ്ക്കാൻ തുടങ്ങുന്നത്. ഫ്രണ്ട് സൈഡിൽ മുടി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ് അവർ ഒരുവിധം അറേഞ്ച് ചെയ്ത് വയ്ക്കും. അതിൻ്റെ കൂടെ ഹോള് ചെയ്യുമ്പോഴേ അവർ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് നമ്മുടെ ഹെയർ ലൈനാണ് അവർ ശ്രദ്ധിക്കുന്നത്. ആ ഒരു ഏരിയയിൽ അത്യാവശ്യം കനം കൂട്ടിയായിരിക്കും ഒരു ഹോൾ ഇടുന്നതും മുടി വയ്ക്കുന്നതും. എല്ലാ ഹോളിലും നിറച്ച് മുടി വയ്ക്കാനായിട്ട്, അതായത് ഒരു ഹോൾ പോലും വിട്ടുപോകാതെ ഒരു ഹോളിൽ ഒരു ഗ്രാഫ്റ്റ് എന്നുള്ള കണക്കിന് അവർ മാക്സിമം ഹെയർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഏറ്റവും അടുപ്പിച്ച് ഹോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സഫയർ നീഡിൽ ഉപയോഗിക്കുന്നത്.
അത് ഏറ്റവും നല്ല ഡെൻസിറ്റിയിൽ നമുക്ക് പഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ സഫയർ മെത്തേഡ് നല്ല അടിപൊളി ഹൈപ്പിൽ നിൽക്കുന്നത്. നിങ്ങളും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ഒരു സജഷനും സഫയർ മെത്തേഡ് തന്നെയാണ്. പല റേറ്റിനും സഫയർ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലൊരു ക്ലിനിക്ക് കണ്ടെത്തി അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഏതായാലും നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും നമ്മൾ പൈസ മുടക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു സഫയർ മെത്തേഡ് ഉപയോഗിച്ച്, അതായത് ഈ ഒരു സഫയർ നീഡിൽ ഉപയോഗിച്ച് എനിക്ക് ഹോൾ അടിക്കുന്നതോ മുടിയെടുക്കുന്നതോ ഒന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അനസ്തേഷ്യ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും നമുക്ക് കൃത്യമായി അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഫസ്റ്റ് ഡേയിൽ എനിക്ക് അവരെത്ര മുടി എൻ്റെ തലേന്ന് പഞ്ച് ചെയ്ത് എടുത്തു എന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അതിനും വേണ്ടി എന്നാ പറയാനാ, ഫസ്റ്റ് ഒരു പാനിക് പോലെ, അതായത് ഫസ്റ്റ് ടൈമാണ് സർജറി, അങ്ങനെയുള്ള ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ അനസ്തേഷ്യ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊന്നും അറിഞ്ഞൂടാ, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അങ്ങനെ ഓപ്പറേഷനെല്ലാം കംപ്ലീറ്റ് ആയി ഫസ്റ്റ് ഡേ. ഹേ ഗൈസ്, ഫ്രണ്ട് ഇപ്പോൾ 1801 ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ചെറിയ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി സൈഡിൽ നിന്ന് എടുക്കും. ഇപ്പം ബാക്കിൽ നിന്ന് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നിന്ന് ബാക്കി നാളെ എടുക്കണം. നാളെ എടുത്ത് നാളെ തന്നെ വയ്ക്കും. അതുകൂടെ കഴിഞ്ഞാൽ വീട്ടിലോട്ട് ചെല്ലിക്കാം. ബാക്ക് നല്ല പെയിൻ ഉണ്ട്. കടിച്ചിരിക്കുമ്പോൾ മേളില് പെയിനുള്ള ടൈമായി. ഇതൊക്കെയാണ് വിശേഷം. പോകാൻ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ. ബൈ. മോർണിംഗ് ഗൈസ്. സൗണ്ട് ചിലരാടാ പോവാണ്. രാവിലെ എണീറ്റിട്ടുണ്ട്. ഇതാണ് നിലവിലെ ബ്ലഡിൽ കുറച്ച് ബ്ലഡ് ആയിട്ടുണ്ട്. നേഴ്സ് പറഞ്ഞായിരുന്നു ബാക്കിലത്തെ ബ്ലഡ് ആവും, അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇട്ടിരിക്കുന്നത്. തലയാണ് അതേപോലത്തെയാണ്, ഇതിലാണ് ഈ ഓറ ഇട്ടിരിക്കുന്നത്. ഈ ബ്ലഡ് നിലവിൽ ഇവിടെ കണ്ണാടിയോ കാര്യങ്ങളൊക്കെ നോക്കാം. നോക്കിയിട്ട് ക്യാമറ വേണം നോക്കാൻ. കണ്ണിന് നീരോ ഒന്നും വന്നിട്ടില്ല. നാളെ നാട്ടിൽ നല്ല വേദനയുണ്ട്. നീരെല്ലാം കൂടി ബാക്കിലെ നീരെല്ലാം കൂടെ നിവർന്ന് കിടന്നു നടുന്നോട്ട് ഇറങ്ങി വന്നൊരു സംശയമുണ്ട്. രാത്രി 4 മണിയായപ്പോൾ നടുവേദന കിട്ടില്ല. 4 മണിയല്ല, 8 മണിക്ക് ഞാൻ കിടന്നതാണ്. 8 മണിക്ക് കിടന്നിട്ട് 12 മണിക്ക് വേണ്ടി ഇവിടെ പാസ് പോയിട്ട് വന്ന വീണ്ടും നടിച്ച് കിടന്നു. പക്ഷെ അത് വലിയ വേദന. പക്ഷെ എന്നിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ കിട്ടും. വേറെ വേദന കാര്യങ്ങളൊന്നും ഇല്ല. തല അനങ്ങപ്പോൾ നെറ്റിയൊക്കെ ഇങ്ങനെ അനങ്ങപ്പോൾ ചെറിയൊരു വേദന ഉണ്ട്. അതൊക്കെ പോവല്ലേ. ബാക്കി പരിപാടിയുണ്ട്. കാപ്പിക്കണം, ഫ്രഷ് ആവണം. ഷർട്ടിന് ബ്ലഡ് ആയിരുന്നു. അതായത് ബ്ലഡ് മാത്രമല്ല, ഇത് ബ്ലഡ് നീക്കി കൂടിയാണ്. ഓക്കെ, ബൈ. രണ്ടാമത്തെ ദിവസം വീണ്ടും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് ഓപ്പറേഷൻ തുടങ്ങിയത്. അതായത് ഫുഡിന് മുന്നേ തുടങ്ങിയായിരുന്നു. ഉച്ച എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 11-11:30 മണിയായപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് നമ്മുടെ സൈഡിലുള്ള ഹെയർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തലയിൽ നിന്ന് 2 സൈഡിൽ നിന്നും തലയുടെ ബാക്ക് സൈഡിൽ അവർ ഇന്നലെ എടുത്തതിൽ നിന്ന് ഇനി ബാലൻസ് ഉണ്ടായിരുന്നതും അവർ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് അവർ ഉച്ചയ്ക്ക് മുന്നേ തന്നെ മുടിയെല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിട്ടത്. അപ്പോഴേക്കും എനിക്ക് അതിയായ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം ക്ലിയറായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ആണ് അടുത്ത് താടിയുടെ പരിപാടി തുടങ്ങിയത്. എനിക്ക് താടിയിൽ നിന്നും മുടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡ് പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ എത്ര മുടി അവരെ കൊണ്ട് ഒരു വൃത്തികേട് വരാത്ത രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും അത്രയും മുടി അവർ കംപ്ലീറ്റ് പ്ലക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് എനിക്ക് അടുത്ത് താടിയിൽ നിന്ന്, അതായത് ഫൈനലിൽ ഏറ്റവും ലാസ്റ്റാണ് താടിയിൽ നിന്ന് മുടിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കും വലിയ പിടുത്തമില്ല. ഒരു പക്ഷേ എന്തെങ്കിലും റീസൺ കാണും, അതുകൊണ്ടായിരിക്കും താടിയിൽ നിന്ന് ലാസ്റ്റ് മുടിയെടുക്കുന്നത്. അങ്ങനെ താടിയിൽ നിന്ന് മുടിയെടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം താടിയിൽ അനസ്തേഷ്യ അടിച്ചപ്പോഴും വേദന കൂടുതലായിരുന്നു. പിന്നെ
എന്നാ പറയാനാ, ഇതൊക്കെ സഹിച്ചേ പറ്റൂ ഈ ഒരു പരിപാടിയിൽ വരുന്നവർ. എന്താണെന്ന് വെച്ചാൽ അനസ്തേഷ്യ അടിക്കുമ്പോൾ നമ്മൾ പെയിൻ അറിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു പെയിനും അറിയത്തില്ല. താടിയിലായാൽ പോലും മുടി എടുത്തപ്പോഴോ ഒന്നും ഞാൻ ഒരു പെയിനും അറിഞ്ഞിട്ടില്ല. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത്രയധികം ബ്ലഡ് വന്നത് പോലും ഞാൻ അറിഞ്ഞത്. ഏതായാലും പഴയ പലരുടെയും വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഇതേപോലെയുള്ള ചില ചില ഭാഗങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നോർമലാണ്, ഇത് എല്ലായിടവും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ താടിയിലുള്ള മുടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ 2ാമത്തെ ദിവസം കഴിഞ്ഞു കംപ്ലീറ്റ്. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റ് ഇറങ്ങി അടുത്ത് റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക, അതാണ് പരിപാടി. ഹലോ ഗൈസ്, അങ്ങനെ 2ാമത്തെ സിറ്റിങ് കഴിഞ്ഞു. 4200 സംതിങ് ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. രാത്രി 8 മണിയായി തീർന്നപ്പോൾ രാവിലെ 10:30 തുടങ്ങിയതാണ്. മുടിയെടുക്കും, താടിയിൽ നിന്ന് എടുത്തു, 2 സൈഡിൽ നിന്ന് എടുത്തു, മേളിൽ വെച്ചു. അപ്പോൾ ഇതാണ് അവസ്ഥ. കൊള്ളാല്ലേ? ഇനി ഇതിനെ വളർത്തിയെടുക്കണം. കണ്ടോ? കണ്ടില്ലേ? കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ മെയിൻ ഒരു വിഷയമുണ്ട്. ഞാൻ ഇന്ന് നൈറ്റ് ബസ് ബുക്ക് ചെയ്തിരുന്നു, 55 AC സ്ലീപ്പർ. പക്ഷേ ഇവിടെ കഴിഞ്ഞപ്പോൾ തന്നെ 8:30 ഒരു 5 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കണമെന്നാണ് പറയുന്നത്. 5 മണിക്കൂർ 8:30, 9:30, 10:30, 11:30, 12:30, 1:30 വരെ ഇരിക്കണം. അപ്പോഴേക്കും ബസ് പോകും. നാളെ AC സ്ലീപ്പർ ഇല്ല. AC സിറ്റിംഗ് സീറ്റാണെങ്കിൽ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് 10 മണിക്കൂർ യാത്രയുണ്ട് തിരുവനന്തപുരം വരെ. അവിടെ നിന്ന് വീണ്ടും 1 മണിക്കൂറുണ്ട് വീട്ടിൽ. 1 മണിക്കൂറില്ല, 1/4 മണിക്കൂർ ട്രാഫിക് പോലെ ഇരിക്കും. ചിലപ്പോൾ 1/2 മണിക്കൂറിനുള്ളിൽ എത്തും. അപ്പോൾ എങ്ങനെ ആയാലും ഒരു 11 മണിക്കൂർ കണക്കിടണം. അപ്പോൾ 11 മണിക്കൂറിനുള്ളിൽ ബസ് യാത്രയിൽ നമ്മൾ ഉറങ്ങും, കൺഫേമാണ്. ഇതും വെച്ചുകൊണ്ട് ഉറങ്ങിയാൽ പണി കിട്ടും, തട്ടോ മുട്ടോ പറ്റിയ പണി കിട്ടും. AC സ്ലീപ്പർ ആകുമ്പോൾ കുഴപ്പമില്ല, നിവർന്നേ കിടക്കാൻ പറ്റും, ചരിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ കമന്ന് വെച്ച് കിടന്ന് ഉറങ്ങാനും പറ്റില്ല. ഉറക്കത്തിലെങ്ങാനും ഇങ്ങനെ ആവണമെങ്കിൽ ഫ്രണ്ട് പോർഷൻ മൊത്തം പോകും, ഗ്ലാമറങ്ങ് പോകും. ഇത്രയും ചെയ്തതെങ്കിൽ വേസ്റ്റായി പോകും. അതുകൊണ്ട് അതും പറ്റില്ല. അപ്പോൾ നാളെ AC സ്ലീപ്പർ ഇല്ല, KSRTC കാരി ചതിച്ചു. ക്ലിയർ ഓർമ്മയുണ്ടോ ഗൈസ്? നാളെ AC സ്ലീപ്പർ ഇല്ല. ഇനി മറ്റന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നോക്കാം. പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി എരിയുന്ന പോലെ, അകത്തിരുന്ന് കുത്തുന്നത് പോലെ. താടിയിലെ ഇവിടെ ഒരു ഓയിൻമെൻറ്റ് തേച്ച് വിട്ടു. പിന്നെ ബാക്ക് സൈഡും, പിന്നെ സൈഡ് ഇവിടെ, പിന്നെ മേൽഭാഗം ഇത്രയും മരവിച്ചിരിക്കുകയാണ്. മരവിപ്പ് കംപ്ലീറ്റ് മാറിയിട്ടില്ല. അത് നമ്മുടെ സെഡേഷൻ്റെ ആണ്. സെഡേഷൻ മാറിയാലേ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നിലവിലെ സിറ്റുവേഷൻ ഇതാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് നോക്കട്ടെ. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഓ, ഇന്നങ്ങനെ 6-ാം തീയതിയായി. 4-ാം തീയതി ഫസ്റ്റ്, 5-ാം തീയതി ഫിനിഷ്, 6-ാം തീയതിയായി. ഇന്നലെ ബസ് ടിക്കറ്റ് പോയതുകൊണ്ട് ഞാൻ ഇത് ഇന്നലെ പോകാൻ പറ്റാത്തതുകൊണ്ട്, ബസ് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 12:30-ക്കാണ് ട്രെയിൻ, 12:35. ഒരു 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. റിസ്ക് എടുക്കണ്ടല്ലോ, ട്രെയിനല്ലേ. ബസ് പോലെ നമുക്ക് വിളിച്ച് പറഞ്ഞിട്ട് 5 മിനിറ്റ് ഒന്നും ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല. വേറെ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ അത്ര ബുദ്ധിമുട്ടില്ല. നീരുണ്ടെന്ന്, ബ്ലഡല്ല, നീരാണ് ഇപ്രാവശ്യം. ഓക്കെ, അപ്പോൾ AC കോച്ചാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നോർമലിൽ പോകാൻ പറ്റൂല, പൊടി. ഇത്രയും പൈസ മുടക്കി ഇത്ര റിസ്ക് എടുത്ത് ചെയ്തിട്ട് നമുക്കൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കുന്ന സാധനമാണെങ്കിൽ കുഴപ്പമില്ല. അത് വീണ്ടും വീണ്ടും ചാൻസ് ഉണ്ട്. ഇത് ചാൻസസ് കുറവാണ്. ഇനി അടുത്ത് ചെയ്യണമെങ്കിലും ബാക്കിൽ എടുക്കാൻ ഗ്രാഫ്റ്റ് ഉണ്ടാവണം. അത് വളർന്ന് വന്നാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, ഇതാണ് ഇന്നത്തെ ഇപ്പോഴുള്ള അവസ്ഥ. ഓക്കെ ഗൈസ്, അപ്പോൾ എണീറ്റതേ ഉള്ളൂ. എണീറ്റ ഉടനെ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ട് എണീറ്റ ഉടനെ നടക്കാൻ പാടില്ല. എണീക്കുക, ഫസ്റ്റ് സിറ്റിംഗ് പൊസിഷനിലിരിക്കുക, കുറച്ച് വെള്ളം കുടിക്കുക. തലചുറ്റലൊന്നും ഇല്ലെങ്കിൽ മാത്രം എണീറ്റിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എമർജൻസി നമ്പർ തന്നിട്ടുണ്ട്, അതിൽ വിളിക്കുക. അങ്ങോട്ട് പോകരുത്. കാര്യം തലചുറ്റലോ എല്ലാം വന്നു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് വീഴുന്ന പ്രശ്നമാവും. അരി വച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ
പാടാണ്. അപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ ആൾ വരും. നമുക്ക് എന്താണോ ആവശ്യം അതവർ ചെയ്ത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണീറ്റ് ഒരു കുറച്ച് സമയം നിൽക്കുക, വേറെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ നോക്കുക, തലചുറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഒന്നുമില്ല എന്നാണെങ്കിൽ പതിയെ ഒന്ന് നടക്കുക, എന്നിട്ട് നേരെ ടോയ്ലറ്റിലോ ഇല്ലെങ്കിൽ വെളിയിലോട്ടോ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങാം. അപ്പോൾ അതായത് എപ്പോഴും ഇൻ കേസ് ട്രീറ്റ്മെൻറ്റ് ടൈമിലാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ചെയ്യാവൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് എടുക്കുമ്പോഴായാലും ഈ ഒരു 7 ദിവസം വരെയെങ്കിലും ഇത് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഒരു 7 ദിവസം നോക്കിയാൽ അത്രയും നല്ലത്. എത്ര ദിവസം നോക്കിയാലും അത്രയും നല്ലത്. കാര്യം ഈ പറയുന്നത് നല്ലൊരു കാര്യമാണ്. BP എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് ഉപയോഗമായിരിക്കും. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെതായിട്ട് അവർ പറഞ്ഞതേ ഉള്ളൂ. ഞാനത് ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർക്കോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കോ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. മുറിവൊക്കെ ക്ലീൻ ചെയ്ത് ഓയിൻമെൻറ്റ് പുരട്ടാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. താടി ഇതാണ് അവസ്ഥ. താടിയിൽ നിന്ന് ഇത്ര എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് ബാക്ക് സൈഡ്, പിന്നെ സൈഡ് പോർഷൻ. ഇതാണ് നിലവിലെ അവസ്ഥ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ടോപ്പ് ആംഗിളിൽ ഓക്കെ ഗൈസ്, കഴിഞ്ഞിട്ട് കാണാം.